ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയിട്ട് ബാലചന്ദ്രന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ടെൻഷൻ, വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞ് മനുവായിട്ട് ഫോണിലൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. അതിനുശേഷവും കിടന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് തൃപ്തികരമായിട്ടുള്ളൊരു ഉറക്കം കിട്ടിയില്ല. ഇത് കഴിഞ്ഞ് നേഴ്സും അലീനയും കൂടി ഇങ്ങനെ റൂമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനു കയറി ചെന്നു. അപ്പോൾ നല്ലൊരു മയക്കത്തിലാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് നേഴ്സ് അങ്ങ് പോയി. നേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ അലീനയുടെ അടുത്ത് വന്നിരുന്നും അലീനയുടെ അരികിലൂടെ നടന്നും ഒക്കെ നമ്മുടെ മനു ഇങ്ങനെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് കമല ഫോണിൽ വിളിക്കുന്നതും മകനെ പേടിപ്പിക്കുന്നതും. അതും വേലക്കാരിയായ ഒരുത്തിക്ക് കാവലായിരുന്നു എന്നും പറഞ്ഞ് അമ്മ മകനെ അവിടെ ഇട്ട് കൊടഞ്ഞു. അമ്മയ്ക്ക് വേണ്ടുന്ന നല്ല മറുപടിയും കൊടുത്തു മകൻ. അത് കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ മനു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഇവർക്കൊക്കെ എത്രത്തോളം വിദ്വേഷവും വെറുപ്പും ഉണ്ടെന്നുള്ളത് മനുവിന് ഓരോ സെക്കൻഡിൽ നിന്നും മനസ്സിലായിക്കൊണ്ടിരിക്കുക. അങ്ങനെ മനു വന്നിട്ട് നമ്മുടെ അലീനയെ നോക്കിയപ്പോൾ അലീന പതുക്കെ മയക്കം തെളിഞ്ഞ് ഇങ്ങനെ വരിക കേട്ടോ. അലീനയെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മനു അലീനയുടെ അരികിലേക്ക് വന്നങ്ങനെ ഇരുന്നു. അപ്പോൾ മനുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ മയക്കത്തിലാണെന്ന് പറഞ്ഞു. താൻ മയക്കം ഉണരട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായല്ലേ എന്നും ചോദിക്കാം. മനുവേട്ടൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങളൊക്കെ എന്ത് ചെയ്യാനാടോ? ഇത്രയും നേരം ബാലചന്ദ്രൻ അങ്കിളും ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ എന്ന കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞു. അപ്പം മനുവേട്ടന് ഉറക്കം നഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചപ്പം ഞാനൊരു കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കാം. അലീന കൊച്ച് എഴുന്നേക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വേറെയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ ടെൻഷനോടെ സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോൾ മനു ആണെങ്കിൽ അതൊന്നും താൻ കാര്യമാക്കണ്ട, ഇപ്പം തനിക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, താൻ റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്താടോ താൻ ഈ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുക. എന്താ മനുവേട്ടാ, താൻ എന്തിനാ പോലീസിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുക. പിന്നെ ഞാൻ സംഭവിച്ച കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നു കേട്ടോ. താൻ ആരോടെ ഈ കള്ളം പറയുന്നത്? താൻ എന്തിനു വേണ്ടി ആരെ രക്ഷിക്കാനായി കള്ളം പറയുന്നത്? തന്നെ എനിക്കറിയില്ലേ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ താൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നതെന്ന് ചോദിച്ചു. അയ്യോ മനുവേട്ട, വേണ്ട അലീന, ഇനിയും താൻ എന്നോട് കള്ളം പറയാനായിട്ട് ശ്രമിക്കണ്ട. ഞാൻ അറിയുകയും ഞാൻ പരിചയപ്പെടുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്ത അലീന ഒരിക്കലും ഇങ്ങനെയൊരു പൊട്ടത്തരം ചെയ്യുന്ന കുട്ടിയല്ല എന്ന് പറയുക. അങ്ങനെ അലീനയോട് മനു ഇങ്ങനെ ഇത് സത്യാവസ്ഥ അറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അലീനയാണെങ്കിൽ മാക്സിമം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനും അല്ലെങ്കിൽ പറയാതിരിക്കാനും ശ്രമിച്ചു. പക്ഷെ മനു വിട്ടുകൊടുക്കുന്നില്ല. മനുവിനെ അറിഞ്ഞേ പറ്റുള്ളൂ അലീന ഇന്ന് ഈ സിറ്റുവേഷനിൽ ഈ സ്റ്റേജിൽ ഇവിടെ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന്. അങ്ങനെ ഞാൻ കരുതിയത് അലീനയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്, അല്ലെങ്കിൽ എന്നെ വിശ്വാസമാണെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നും പറഞ്ഞു മനു അങ്ങനെ പറയുന്നു. അയ്യോ മനുവേട്ട, അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് മനു ചോദിച്ചു. അല്ലെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും താൻ എന്നോട് പറയുമായിരുന്നില്ലേ എന്നും ചോദിക്കുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ആകെ ധർമ്മസങ്കടം. മനുവേട്ടനോട് എങ്ങനെ ഇനി പറയാതിരിക്കും? മനുവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലീനയ്ക്കും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അലീന ഇങ്ങനെ പറഞ്ഞു, മനുവേട്ടൻ സങ്കടപ്പെടരുത്, ഞാൻ പറയാം, പക്ഷേ മനുവേട്ടൻ എനിക്കൊരു വാക്ക് തരണം. അപ്പോൾ അലീനയെ നേരെ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മുടെ മനു. അപ്പോൾ സംഭവിച്ചത് അലീന പറയുന്നു മനുവിന് മനസ്സിലായി. ഞാൻ ഈ പറയുന്ന കാര്യം ആരോടും പറയില്ല എന്ന്, ഒരിക്കലും നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരാളും അറിയില്ല എന്ന് മനുവേട്ടൻ എനിക്ക് വാക്ക് തരാൻ പറഞ്ഞു. താനെന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ തന്നോട് ഞാനിപ്പോൾ വാക്ക് തന്നാലും ഇല്ലെങ്കിലും ഞാൻ എല്ലാവരോടും പറയാൻ പോവല്ലേ. താൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ആരോട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ആരോടെങ്കിലും പറയുമെന്നോർത്ത് താൻ പേടിക്കണ്ട, പറയേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് താൻ എന്നോട് പറയാൻ മനു ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ ശരിക്കും എനിക്ക് പേടിയാണ് മനുവേട്ടൻ, എനിക്ക് വാക്ക് തരാൻ പറഞ്ഞു അലീന. ആ സമയത്ത് മനു ഇങ്ങനെ അലീനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വാക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ താൻ ഈ പറയുന്ന കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു വാക്കും മനു ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ മനുവേട്ടനെ തനിക്ക് വിശ്വാസമാണെന്നും അലീന ഇങ്ങനെ മനുവിനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്കും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അലീന സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുവാണ്.
അന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങൾ. മനുവേട്ടൻ പോയതിന് ശേഷം രോഹിത്ത് വീണ്ടും വീട്ടിലേക്ക് വന്നിരുന്നുവെന്നും വീട്ടിലേക്ക് വന്ന രോഹിത്ത് തന്നോട് കുടിക്കാനായിട്ട് ലെമൺ ജ്യൂസ് ചോദിച്ചെന്നും അതിനിടയിൽ രേവതിക്കുട്ടി വിളിച്ച കാര്യവും പിന്നെ ഈ ലെമൺ ജ്യൂസുമായിട്ട് മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഹരി ഉണ്ടായിരുന്ന കാര്യവും പിന്നെ അലീനയോട് ഈ വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ രോഹിത്ത് പറഞ്ഞതും അലീനയോട് അന്ന് ദേഷ്യത്തോടു കൂടി രോഹിത്ത് ഇടപെട്ടതും അതിനുശേഷം അലീന ആ വെള്ളം മേടിച്ച് കുടിച്ചതും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഹരി പിന്നിൽ നിന്ന് വന്നതും ഹരി അതിനുശേഷം അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും രോഹിത്തും അതുപോലെ തന്നെ നമ്മുടെ ഹരിയും കൂടി ചേർന്ന് അലീനയെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുവാണ്. ലാസ്റ്റ് അതുവരെ താൻ ചെറുത്ത് നിന്നതും അവർക്കിട്ട് അടി കൊടുത്തതും പിന്നീട് തൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടെ ഇരുന്ന് ഒരു കത്രിക എടുത്ത് താൻ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചത്, അങ്ങനെ അന്ന് എന്തൊക്കെ അവിടെ സംഭവിച്ചോ അതെല്ലാം വളരെ വ്യക്തമായും സ്പഷ്ടമായും മനുവിനോട് പറഞ്ഞു കൊടുത്തു അലീന. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആ മനുവിൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകുന്നത് പോലെയാണ് ആ മനുഷ്യന് തോന്നിയത്. കാരണം സ്വന്തം കുടുംബത്തിൽ നിന്നും ഇതുപോലൊരു അപമാനം നേരിട്ടിട്ടും ആ അപമാനിച്ചവരെ നിയമത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാതെ അലീന രക്ഷിച്ചു. അപ്പോൾ ആ അലീനയോടുള്ള മതിപ്പും സ്നേഹവും മനുവിന് ഇരട്ടിയായി കൂടുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ മനുവേട്ട, അവരുടെ ഒരു അവിവേകം കൊണ്ട് സംഭവിച്ചു പോയതാ. മനുവേട്ടനത് ആരോടും പറയരുത് എന്നിങ്ങനെ പറഞ്ഞു. മനുവിന് പിന്നെ പറയാൻ വാക്കുകളില്ല. എങ്ങനെ അലീനയോട് സംസാരിക്കണമെന്നറിയില്ല. കാരണം മനുവിൻ്റെ ഇത് റിലേ മൊത്തത്തിൽ പോയി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ അലീന പറഞ്ഞതെല്ലാം കേട്ട് മനു ഇങ്ങനെ അലീനയുടെ കൈ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് അലീനയോട് മാപ്പ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു നികൃഷ്ട ജീവികളുടെ അടുത്തേക്ക് മനു ആണല്ലോ ഇതിനെ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഒരു അപമാനം പോലും മനുവിന് സ്വയം ഉണ്ടാവുക. മനു എന്നിട്ട് അലീനയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അലീനയോട് മാപ്പ് തന്നെ ഇങ്ങനെ അപേക്ഷിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. അതിനുശേഷം അലീനയുടെ തലയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി അലീനയോടുള്ള ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു മതിപ്പ്, ഒരു സ്നേഹം, കരുണ ഇതെല്ലാം കാണിക്കുകയാണ്. അപ്പം മനുവേട്ട, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയാൻ പാടില്ല. ഒരു കാരണവശാലും മനുവേട്ടൻ ഇതാരോടും പറയാനും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അലീന ഇങ്ങനെ അവിടെ കിടക്കുമ്പോൾ മനു അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങ് പോരുക. അപ്പോൾ മനുവേട്ട എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്ക് മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. മനു അന്നേരം തിരിഞ്ഞൊന്ന് നോക്കി. അപ്പോഴും മനു അത് പറയില്ല എന്നുള്ള ഉറപ്പ് അലീനയ്ക്കുണ്ട്. പക്ഷെ മനു പുറത്തേക്ക് ഇറങ്ങിയിട്ട് നെഞ്ചു പൊട്ടി നിന്ന് കരയുക. കാരണം ഇതുപോലൊരു ദുരന്തം മനു ഇതിനു മുന്നേ നേരിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമായി. മനുവേട്ടൻ അത് സങ്കടമായി എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന അവിടെ കിടന്നുകൊണ്ട് സങ്കടപ്പെടുന്നു. മനു പുറത്തിറങ്ങി നിന്ന് കരയുന്നു. ഇതേ സമയത്ത് രോഹിത് എന്ന് പറയുന്നവൻ ഹരിയെ വീണ്ടും വിളിക്കുക. ഇന്നലെ രാത്രി അവൻ്റെ സമനില തെറ്റി അവന് ഭ്രാന്ത് പിടിച്ച് അവന് ഉറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ഹരിയെ വിളിച്ചിട്ട് ഇങ്ങനെ ഇന്നലെ രാത്രി ഉണ്ടായ ആ ഒരു സ്വപ്നത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരിയെന്ന് പറയുന്നവൻ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് എന്താടാ, നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. അവൾ എന്നാ ചെയ്യാനാ? അവൾക്ക് ചെയ്യാൻ വല്ലതും പറ്റുമായിരുന്നെങ്കിൽ അവൾ പോലീസുകാരോട് നമ്മുടെ പേര് പറഞ്ഞു കൊടുത്തേനെ. പക്ഷെ അവൾ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നീ അവളെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇനി ഒന്നും സംഭവിക്കില്ല. അവൾ ആശുപത്രിയിലല്ലേ, പിന്നെ എങ്ങനെയാണ് അവൾ നിൻ്റെ അടുത്തേക്ക് വരുന്നത്? മാത്രമല്ല നമ്മൾ അവളോട് ചെയ്തതൊരു തെറ്റായിട്ട് നീ കാണുകയും വേണ്ട എന്നൊക്കെയാണ് ഹരി രോഹിത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അവൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇതായിട്ട് വന്ന് നിൽക്കരുത്, ഒരു തടസ്സമാവരുത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഷോക്ക് മാത്രമാണ് നമ്മൾ അവൾക്ക് കൊടുത്തതെന്നൊക്കെ പറയാം. എടാ, എന്നാലും ഇന്നലെ അച്ഛൻ കയറി വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നൊക്കെ പറയുമ്പം ഒരു കാരണവശാലും പിടി കൊടുത്തേക്കരുത്. എല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഓരോ ഉത്തരങ്ങൾ കൊടുക്കുമ്പോഴും ഓരോ പെരുമാറ്റത്തിലും ഓരോ സംസാരത്തിൽ പോലും നീ ശ്രദ്ധിച്ചു വേണം ഓരോന്ന് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ രോഹിത്തിനെ ഉപദേശിച്ചു കൊടുക്കുക. വഴിപഴപ്പിച്ച് അങ്ങ് കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുകയാണ് രോഹിത്തിനെ. എങ്കിലും എവിടെയോ ഒരു ചെറിയൊരിത് രോഹിത്തിനുണ്ട്. അതും കൂടെ മാറ്റുക എന്നുള്ളതാണ് ഹരിയുടെ ഉദ്ദേശം. അങ്ങനെ ഹരി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, രോഹിത്തിനെ സമാധാനിപ്പിക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനു ആണെങ്കിൽ അലീനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയോ അതുപോലെ മേടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഒരാൾ വന്നാൽ, അതായത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനുവിന് അവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുവരെ അലീന തനിച്ചല്ലേ. അങ്ങനെ അലീനയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഫുഡൊക്കെ കഴിക്കാം, ചായ കുടി, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാം മനു തന്നെ ചെയ്തു കൊടുക്കുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് നമ്മുടെ ബാലചന്ദ്രൻ പോകാനായിട്ട് ഇറങ്ങുക. അപ്പോൾ ബാലൻ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വൈജയന്തി പിന്നാലെ വന്നു. ബാലൻ ഇറങ്ങാറായോ എന്ന് ചോദിച്ചു. പിന്നെ
പോവണ്ടേ? അല്ല തനിക്കിന്ന് പോവണ്ടേ എന്ന് ചോദിച്ചു. ഞാനും കൂടെ ഇവിടുന്ന് പോയ അമ്മയുടെ അടുത്ത് ആരാ എന്ന് വൈജയന്തി ചോദിക്കാം. നല്ലത് എന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ പോകുന്നു. അല്ല ബാലൻ ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? കടയിലേക്കാണോ അതോ അവൾക്കരികിലേക്കാണോ എന്ന് ചോദിച്ചു. അതെന്താ അവൾക്കരികിലേക്ക് ഞാൻ പോയാൽ കൊള്ളത്തില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കാം. എന്തിനുള്ള പുറപ്പാടാ ബാലചന്ദ്ര ഇത്? രൂപ എത്ര ചെലവാകുമെന്നാ ബാലചന്ദ്രൻ്റെ വിചാരം? അവളെ ആ സർക്കാർ ആശുപത്രിയിൽ വല്ലതും കൊണ്ടുപോയി ഇട്ടാൽ പോരായിരുന്നോ? അവിടെ പരിശോധിക്കുന്നവരും ചികിത്സിക്കുന്നവരൊക്കെ മനുഷ്യർ തന്നെയല്ലേ? പിന്നെ അവൾക്ക് ഇപ്പോൾ വലിയ കൊമ്പത്തെ ഹോസ്പിറ്റലിൽ തന്നെ പോയി കിടക്കണമെന്ന് എന്താ അത്ര നിർബന്ധമെന്ന് ചോദിക്കുമ്പം അവളല്ല അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. അവൾ ബോധരഹിതയായി ഈ വീട്ടിൽ കിടന്ന സമയത്ത് അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവളെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. അല്ല നീ എത്ര തവണ ഈ പറയുന്ന സർക്കാർ ആശുപത്രി കയറി ഇറങ്ങിയിട്ടുണ്ട്? നീ എന്താ മനുഷ്യ സ്ത്രീയല്ലേ? അവിടെ ചികിത്സിക്കുന്നവരും മനുഷ്യരല്ലേ? മനുഷ്യർക്ക് മനുഷ്യ സ്ത്രീയെ പരിശോധിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് അവിടെ പോകാത്തതെന്ന് ചോദിച്ചു. ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോവില്ല, കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവളങ്ങനെയാണോ? എന്നെയും അവളെയും വെച്ച് കമ്പയർ ചെയ്യണോ ബാലചന്ദ്രൻ? നിന്നെയും അവളെയും വെച്ച് കമ്പയർ ചെയ്യാൻ അത്രയ്ക്കും തരം താഴ്ന്നവനല്ല ഈ ബാലചന്ദ്രൻ എന്ന് ബാലൻ അന്നേരം വൈജയോട് പറഞ്ഞു. പിന്നെ ഇവൾക്ക് വേണ്ടി കാവൽ നിൽക്കാൻ മനുവിനും ബാലചന്ദ്രനും എന്തിൻ്റെ ആവശ്യമാണ്? മനുവിന് ജോലിക്ക് പോകണ്ടേ? ബാലചന്ദ്രന് കടയിൽ പോകണ്ടേ? അല്ലാത്ത എന്താവശ്യം പറഞ്ഞാലും ബാലചന്ദ്രന് കടയിട്ടിട്ട് ഒരു ഏർപ്പാടും ഇല്ലല്ലോ. പിന്നെ ഇവളുടെ കാര്യം വന്നപ്പോൾ മാത്രം എന്താ കടയും വേണ്ട ഒന്നും വേണ്ടാണ്ട് അങ്ങ് പോകണമെന്ന് ചോദിച്ചു. അതെ, മനുഷ്യത്വത്തിൻ്റെ പേരിലാണെന്ന് ബാലചന്ദ്രൻ അന്നേരം പറഞ്ഞു. അലിയനെ എങ്ങനെ എവിടെ നോക്കണമെന്നും എവിടെ നിർത്തണമെന്നും എങ്ങനെ പരിശോധിക്കണമെന്നും ആര് പരിശോധിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. കാരണം മനുവിന് ഇന്ന് അലീനയ്ക്ക് ഇന്ന് 2 കെയർടേക്കർമാരുണ്ട്. ഒന്ന് ബാലചന്ദ്രനും ഒന്നും മനുവും. ഈ 2 കെയർടേക്കർമാർ അവളുടെ കാര്യം നോക്കിക്കോളാം. അതിൽ നീ തല പുകയ്ക്കേണ്ട കാര്യമില്ല. നിന്റെ ജോലി നീ വേണ്ടെന്നും വെക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ അങ്ങ് ഇറങ്ങിപ്പോയി. അവളുടെ മുഖത്തടിച്ച് മറുപടിയും കൊടുത്തിട്ടാണ് ബാലചന്ദ്രൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. ബാലചന്ദ്രൻ അത് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്തു പാടായതെന്ന് ഓർത്ത് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ വൈജയന്തി അവിടെ ഇങ്ങനെ അന്താളിപ്പോട് കൂടി നിൽക്കുക. ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ കമലയെന്ന് പറയുന്നവൾ വിളിച്ചിട്ട് അവിടെ ഇവിടെ ഈ ഏഷണി കൂട്ടലും നുണയും തന്നെയാണ്. കാശുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും എത്ര വലിയ വീട്ടിലാണെങ്കിലും ഏഷണിക്കും നുണയ്ക്കും കമലയാണെങ്കിലും വൈജയന്തി ആണെങ്കിലും ഒട്ടും പിറകിലല്ല. അങ്ങനെ ദേ മനുവിനെ വിളിച്ചത്, അതുപോലെ തന്നെ ഇവർ പോകുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്. അവിടെ എല്ലാം ഇവർ കുറ്റക്കാരിയായിട്ട് കാണുന്നത് അലീനയ്ക്ക് വേണ്ടി ഇവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അവിടെ കിടക്കുന്നു ഇവിടെ ഇരിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മ ഫോൺ വിളിക്കുന്നതെല്ലാം പാത്തു നിന്ന് കേൾക്കലാണ് വേറൊരുത്തൻ്റെ ഡ്യൂട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മനു അലീനയുടെ കാര്യം നോക്കി ഹോസ്പിറ്റലുണ്ടല്ലോ. അതിനുശേഷം മനുവിൻ്റെ മുഖം തെളിഞ്ഞിട്ടേ ഇല്ല. മുഖമൊക്കെ വല്ലാതെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ബാലൻ ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് മനു ആണെങ്കിൽ വീട്ടിലേക്ക് പോകാം. അപ്പോൾ മനുവിനോട് വീട്ടിലോട്ട് പോയിക്കോളാൻ ബാലചന്ദ്രൻ പറയുകയും ചെയ്തു. അപ്പോൾ അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ ഇരിക്കുമ്പോൾ മനു വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആ പെണ്ണുപിടിയനായ അനിയനെ കാണുക എന്നുള്ളതും അവന് വേണ്ടുന്ന ശിക്ഷ അതേ തൂക്കത്തിൽ അതേ അളവിൽ അതേ നിയമത്തിന് കൊടുക്കുക എന്നുള്ളതുമാണ്. അവൻ്റെ അവസാനം കണ്ടിട്ടേ മനു ഇനി അടങ്ങുകയുള്ളൂ. എന്തായാലും ഒരു പെണ്ണിൻ്റെ മാനത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ഇത്രയും വൃത്തികേടുകളൊക്കെ ചെയ്തു കൂട്ടാൻ കരുത്തും കെൽപ്പും ഉള്ളവരെ അടിച്ചിരുത്തണ്ടേ? അതിനുവേണ്ടി നമ്മുടെ മനുദേ ആശുപത്രിയിൽ നിന്ന് ഒരുമ്പെട്ട് ഇറങ്ങാൻ പോവുക. ഇനിയിപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. ഇനി അലീന ആരാണെന്നുള്ള സത്യം നമ്മുടെ ബാലൻ അറിയുന്നു. അതിനുശേഷം ഇത്രയും നാളും കണ്ട കണ്ണുകൾ കൊണ്ടായിരിക്കില്ല വൈജയ് എന്ന് പറയുന്ന അഹങ്കാരിയെ നമ്മുടെ ബാലചന്ദ്രൻ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ വരാനും കേൾക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഡയലോഗുകളിൽ മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ സംഭവിച്ചേക്കാം. എങ്കിൽ പോലും സിറ്റുവേഷൻസും ഇന്നത്തെ ആ ഒരു കഥ എപ്പിസോഡും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും പ്രൊമോ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതും കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും
നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.